നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി പൊളിറ്റിക്കൽ അനലിസ്റ്റ് ശക്തികുമാറാണ്. എതിർപക്ഷം കനൽ ഒരു തരിയെന്നും കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം കാണുന്ന ചെങ്കൊടി എന്നും പറഞ്ഞ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഇകഴ്ത്തുമ്പോഴും അവർക്ക് ലോകത്തിൻ്റെ മുന്നിൽ വിശിഷ്യമായൊരു സ്ഥാനമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPM എന്ന കേരളത്തിലെ ജനാധിപത്യപരമായിട്ട് ബാലറ്റിലൂടെ ആദ്യമായിട്ട് അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ഥാനമുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥാനം എങ്ങനെ കിട്ടിയതാണെന്ന് പറഞ്ഞാൽ, ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടി അല്ലാതെ, തോക്കൻ കുഴലിൽ കൂടി അല്ലാതെ ബാലറ്റിലൂടെ അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്കാണ്. സോവിയറ്റ് യൂണിയൻ്റെ സർവനാശം സംഭവിച്ചതിന് ശേഷം ജനാധിപത്യ കമ്മ്യൂണിസത്തിൻ്റെ മാറ്റും മൂല്യവും ഒന്നുകൂടി കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. കമ്മ്യൂണിസം എന്നാൽ സ്വേച്ഛാധിപത്യവും കുടുംബവാഴ്ചയും അരുംകൊലകളും അല്ല എന്ന് ലോകമെമ്പാടുമുള്ള നിയോ മാർക്സിസ്റ്റ് സൈദ്ധാന്തികർ എന്നറിയപ്പെടുന്ന ഇടത് ചിന്തകർ CPMനെ ചൂണ്ടിക്കാട്ടിയാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നിലയ്ക്കും CPMന് മൂല്യം കൂടിയിട്ടേ ഉള്ളൂ. ഒരുപാട് സൈദ്ധാന്തികർ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ, പാട്രിക് ഹെല്ലറുടെ ലേബർ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന അമേരിക്കൻ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രബന്ധം, പിന്നെ അതുപോലെ നമ്മുടെ റോബിൻ ജെഫ്രി എന്ന ഓസ്ട്രേലിയൻ സ്കോളറിൻ്റെ പൊളിറ്റിക്സ്, വിമൻ ആൻഡ് വെൽബീൻ, കാസ്റ്റ് ആൻഡ് മീഡിയ സ്റ്റഡീസ് എന്ന പ്രബന്ധം, റിച്ചാർഡ് W. ഫ്രാങ്ക് B. ചെയ്സൺ എന്നിവരുടെ ദ കേരള ഡിഫറൻസ് എന്ന വളരെ പ്രശസ്തമായ ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രബന്ധം, ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, വളരെ സുന്ദരമായിട്ടുള്ള രീതിയിൽ അധികാരമേറിയ ഒരു കമ്മ്യൂണിസത്തിൻ്റെ ഒരു വെൽഫെയർ സൈഡ്, ഒരു വെൽഫെയർ പാർട്ടി പോലെ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ക്ഷേമത്തിനെ മുൻനിർത്തി ഭരണം കാഴ്ചവെച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാ കേരള മോഡൽ കമ്മ്യൂണിസം എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെയെല്ലാം ഈ പറയുന്ന പ്രബന്ധകാരന്മാരുടെ ഏറാൻമൂളികളായിട്ട് JNU പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു എക്കോസിസ്റ്റമുണ്ട്. അവരെല്ലാം ആഗോള തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPMനും വല്ലാത്ത ഹൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. വല്ലാത്ത ഹൈപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും നല്ലൊരു സിസ്റ്റമായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതല്ല, കമ്മ്യൂണിസം മരിച്ചു പോയിട്ടുള്ള കമ്മ്യൂണിസത്തിന് വിവിധ ഭാഗങ്ങളുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം പിണറായി വിജയനെ പോലുള്ള ആൾക്കാരെയൊക്കെ ആഗോളതലത്തിൽ അമേരിക്കയിലേക്ക് കൊണ്ടുവച്ച് നാലാൾ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് ഫ്ലോപ്പായോ സക്സസ്ഫുള്ളായോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അങ്ങനത്തെ സംഭവമുണ്ട്. അപ്പം ഇതും സദാനന്ദൻ മാസ്റ്ററുമായിട്ട് എന്താണ് ബന്ധം? നോക്കൂ, സദാനന്ദൻ മാസ്റ്ററെക്കുറിച്ച് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കാലുകളെക്കുറിച്ച് പറയേണ്ടി വരും. അത് ഉറപ്പാണല്ലോ. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കാലുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും CPMനെ കുറിച്ച് പറയേണ്ടി വരും. അത് പറയാതെ പറ്റില്ലല്ലോ. അപ്പോൾ CPMനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലേക്കാണ് പോകുന്നത്? പാർട്ടി ഗ്രാമങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും. കാലുകൾ നഷ്ടപ്പെടുത്തിയതിൽ CPMനുള്ള പങ്കിനെക്കുറിച്ച് പറയേണ്ടി വരും. CPMൻ്റെ പങ്കിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കാലാകാലങ്ങളായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ജനാധിപത്യ വിരുദ്ധമായിട്ട്, ജനാധിപത്യത്തിൽ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിയുടെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളെ പറ്റി പറയേണ്ടി വരും. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയേണ്ടി വരും. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാൽ ക്യാമ്പസുകളിലെ ജനാധിപത്യ വിരുദ്ധമായിട്ട് SFIയെ കുറിച്ച് പോലും പറയേണ്ടി വരും. നോക്കുകൂലി ചർച്ചാ വിഷയമാവും. നോക്കുകൂലി എന്നൊക്കെ പറഞ്ഞാൽ ലോകം കണ്ടിട്ടില്ലാത്ത സാധനമാണ്. നമ്മുടെ വീട്ടിൽ നമ്മളൊരു സാധനം എടുത്ത് വയ്ക്കുന്നു, കണ്ടത് കൈയും കെട്ടി നിൽക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ പണം പിടിച്ചു പറിച്ചോണ്ട് പോകുന്നു. ഇത് ആരോടാണ് പറയേണ്ടി വരുന്നത്? ഇന്ന് വരെ ഇത് പറയേണ്ടി വന്നത് കേരളത്തിലെ ജനങ്ങളോടുകൂടിയാണ്. ഇപ്പോൾ ഇന്ന് വരെ ഈ CPMൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞത്, മറ്റുള്ള എതിർ പാർട്ടികളൊക്കെ പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളിൽ കൂടെ കേരളത്തിലെ ജനങ്ങളോടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മുതൽ ഇത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോകം ശ്രദ്ധിക്കും. ഇതിലെ ഗുട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ജനാധിപത്യത്തിൽ കൂടി അധികാരത്തിലേറിയ ഏറ്റവും തങ്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ കമ്മ്യൂണിസ്റ്റ് ബിംബങ്ങൾ, സഖാവ് AKG തുടങ്ങി സഖാവ് പിണറായി വിജയൻ വരെയുള്ള CPM ബിംബങ്ങൾ തകർന്നടിയും. അവരൊരുപക്ഷെ കംബോഡിയയിലെ പോൾപോട്ടിനോടും അല്ലെങ്കിൽ കൊറിയയിലെ കിം ജോങ്ങിനോടും മറ്റും ഒക്കെ ചേർത്ത് കെട്ടി ഉപമിച്ച് വായിക്കും ആൾക്കാർ. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? കേന്ദ്ര സർവകലാശാലകളിലെ ഇക്കോസിസ്റ്റത്തിന് കിട്ടുന്ന ഫണ്ട് മുടങ്ങും. കാരണം നിങ്ങൾ ഫണ്ട് ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള നിയോ മാർക്സിസ്റ്റുകളും മറ്റുള്ളവരൊക്കെ അവർ ചെയ്യുന്ന സഹായം, അവർ ഉയർത്തിക്കാട്ടുന്ന ഒരു കേരള മോഡൽ കമ്മ്യൂണിസമൊക്കെ തകർന്നിടിയും. ഇതൊരു
വലിയൊരു പ്രശ്നമാണ്. വലിയൊരു പ്രശ്നം, ആരും ചിന്തിക്കാത്തൊരു പ്രശ്നമാണ്. ഇതാണ് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാംഗത്വം ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണി. ഇത് സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഇതിനെതിരെ ആദ്യമായിട്ടല്ല, ശക്തമായിട്ട് പ്രതികരിച്ചത് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. രമേശ് ചെന്നിത്തല പ്രതികരിച്ചെങ്കിലും അതങ്ങ് പ്രതികരിച്ചങ്ങ് വിട്ടു. പക്ഷേ ഇതിലൊന്നും രാജ്യസഭ പൊളിറ്റിക്സിലും ദേശീയ രാഷ്ട്രീയത്തിലൊന്നും വലിയ ഒരു പങ്കില്ലാത്ത, അധികം ശബ്ദമൊന്നും ഓർത്താത്ത CPM പെട്ടെന്ന് വന്ന് ഇതിനെതിരെ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയാണ്. വീണ ജോർജിൻ്റെയും മറ്റ് പ്രശ്നങ്ങളും ആരോഗ്യ മേഖലകളിലെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഗവർണർക്ക് നേരെയും മറ്റ് ഭാരതാംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും അതെല്ലാം പിടിവിട്ട് ഇപ്പോൾ സദാനന്ദൻ മാസ്റ്ററിനെതിരെ വളരെയധികം ശബ്ദിക്കുക മാത്രമല്ല, CPMൻ്റെ മൗത്ത് പീസുകൾ എന്ന് ഈ സംഘപരിവാർ അടക്കമുള്ള അവരുടെ ശത്രുക്കൾ പറയുന്ന റിപ്പോർട്ടർ TV, അതുപോലെ ഈ മാധ്യമ കോക്കസ്, ഈ എല്ലാ ചാനൽസിലുമുള്ള മാധ്യമ കോക്കസ്, അവരെല്ലാം അതിശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ BJPയുടെ പാർട്ടി ഓഫീസ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള കോക്കസ് എതിർപക്ഷം ഗ്രൂപ്പിസം, മറ്റ് പലരും ഖിന്നരാണ്, അസന്തുഷ്ടരാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ചർച്ചകൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രശ്നം ഈ പറഞ്ഞ പോലെ കുരുപൊട്ടാൻ കാരണം സദാനന്ദൻ മാസ്റ്ററാണ്. സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വീണ്ടും, നഷ്ടപ്പെട്ട കാലുകൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യും, ലോകം കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നം. നോക്കൂ, ഈ സദാനന്ദൻ മാസ്റ്റർ എന്ന വ്യക്തിയെക്കുറിച്ച് വളരെ കൗതുകപൂർവ്വം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കണ്ണൂരിൽ നിന്ന് ഉയർന്നു വന്ന ഒരുപാട് സംഘപരിവാറിൻ്റെ ചെറുപ്പക്കാരുണ്ട്. നല്ല ഊജ്വലരായ വാഗ്മികളാണ്. ഇപ്പം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വളരെ പ്രശസ്തരായിട്ടുള്ള പ്രാസംഗികരുണ്ട് അവരുടേതായ ശൈലിയിൽ. ഇപ്പം അവരുടേതായ ശൈലിയിൽ എന്ന് പറയുമ്പോൾ എന്നൊക്കെ പറയാമെങ്കിലും സ്റ്റീരിയോട്ടിപ്പിക്കലാണ് മിക്കവാറും പേര്. അതായത് MV രാഘവൻ, അതുപോലെ EK നായനാർ, എല്ലാവരും ഓൻ ഈൻ കാഞ്ഞു പീഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു അവരുടേതായ ശൈലിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ വിഭിന്നനായിട്ട് ഒരു ശൈലീ സ്വാധീനവുമില്ലാതെ നല്ല ഉഗ്രൻ, നല്ല ഒന്നാന്തരം മലയാളത്തിൽ അനർഗളമായി പ്രസംഗിക്കാൻ കഴിയുന്ന, നല്ലവണ്ണം ഫുട്ബോൾ കളിക്കുന്ന, കാണാൻ സുന്ദരനായ ഒരു വലിയൊരു പ്രതിഭാസമായിരുന്നു ഈ സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ 30കളിൽ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് ഈ സദാനന്ദൻ മാസ്റ്റർക്ക് ഒരുപാട് ആൾക്കാരെ ഒപ്പം കൂട്ടാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വലിയൊരു ജനാവലിയെ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ ആകർഷിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പാർട്ടി കോട്ട കൊത്തളങ്ങളിൽ അത് വല്ലാത്ത പ്രകമ്പനം സൃഷ്ടിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഘടനാ ചാതുര്യം. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ CPMൽ നിന്ന്, ഇവരൊക്കെ ഈ കണ്ണൂരിലെ ഈ പറയുന്ന ചെറുപ്പക്കാരെല്ലാം നമ്മൾ ആഴത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഏതോ കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം സഞ്ചരിച്ചിരുന്നവരാണ്. അങ്ങനെ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു ഭാഗം നല്ല ചെറുപ്പക്കാർ, ചിന്തിക്കുന്ന ധീരരായ ചെറുപ്പക്കാർ പാർട്ടി വിട്ട് എന്തിനും തയ്യാറായി. അന്ന് ഓർക്കണം, BJP ഒന്നുമില്ല, ജനസംഘത്തിൻ്റെ കാലത്തോ മറ്റാണ്. അതൊക്കെ വിട്ട് സംഘപരിവാറിനോടൊപ്പം സഞ്ചരിച്ചപ്പോൾ അതിൻ്റെ അപകടം പാർട്ടി മനസ്സിലാക്കി. അപ്പോൾ പ്രത്യേകിച്ചും സദാനന്ദൻ മാസ്റ്ററിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ, അപ്പോൾ ഇദ്ദേഹത്തിനെ ഇല്ലാതാക്കണമെന്ന് അന്നേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ കാലുവെട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ 2 കാലുകളും വെട്ടി മാറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വൈരാഗ്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലും വെട്ടിയിട്ടും കുത്തിയിട്ടും ഓടുകയല്ല, 2 കാലുകളും നിശേഷം വെട്ടി മാറ്റുകയാണ്. കൊന്നുകളഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, അതൊന്നും തുടരില്ലേ. 2 കാലുകളും വെട്ടിമാറ്റിയിട്ട് ജീവിക്കാൻ അനുവദിക്കുകയാണ്. അത് ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് ഒരു താക്കീതാണ്. പാർട്ടി വിട്ട് വന്ന കഴിവുള്ള ചെറുപ്പക്കാർക്ക്, അന്ന് സംഘപരിവാറിനോടൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാർക്ക് ഒരു താക്കീത് എന്ന നിലയ്ക്കാണ് ഈ സംഭവം വളരെ TPയെ കൊന്നില്ല. അപ്പോൾ അങ്ങനെ വിട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. CPMൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ CPM ഒരു മലയാളി കാണുന്നത് പോലെയല്ല. തമിഴ്നാട്ടിൽ പോയാലും നിങ്ങൾക്ക് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ചിലപ്പോൾ ഈ വടക്കേ ഇന്ത്യയിൽ പോലും പോയാൽ CPMൻ്റെ ഇമേജ് വേറെയാണ്. വളരെ നല്ല ഇമേജ്. തമിഴ്നാട്ടിൽ CPM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഇമേജാണ്. തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ പോലെ
വോട്ടിനായിട്ട് കാശ് എണ്ണി വാങ്ങിച്ച് വോട്ട് ചെയ്യുന്ന തമിഴ്നാട്ടിൽ CPM സത്യം പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായ പാർട്ടി തന്നെയാണ്. CPMൻ്റെ കാഡേഴ്സിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അവരുടെയൊക്കെ വിചാരം CPM എന്ന് പറയുന്ന സാധാരണ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ അല്ല, കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസും പ്രിൻസിപ്പിൾസും ഒക്കെയുള്ള ഒരു പ്രസ്ഥാനമാണെന്നാണ് അവരുടെയൊക്കെ വിചാരം. ഇപ്പോൾ സദാനന്ദൻ മാസ്റ്റർ ഈ കാലം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് രാജ്യസഭയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും, ഇതൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടും. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതൊക്കെ ഏതൊക്കെ തരത്തിൽ കത്തിക്കാം എന്നുള്ളത് BJPയുടെ ബുദ്ധി പോലിരിക്കും. അപ്പോൾ BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണെങ്കിലും, അതായത് ഈ കോൺഗ്രസ് ഇതര ഭാരതമാണ് BJPയുടെ ലക്ഷ്യമെങ്കിലും, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് CPM ആണ്. CPM ആണ് ഏറ്റവും വലിയ ഒരു ഹിന്ദു പാർട്ടി. ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഹിന്ദു ചെറുപ്പക്കാരും സമുദായങ്ങളും ഉള്ളത് കേരളത്തിലെ CPMലാണ്. അപ്പോൾ CPMൻ്റെ തകർച്ച ഉണ്ടായാൽ മാത്രമേ BJPയിൽ ആളെ കൂട്ടാൻ പറ്റൂ. ആ കാര്യവും BJPക്കാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ല ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. ഇതിനോടൊപ്പം സംഘപരിവാറിൻ്റെ വേറൊരു തന്ത്രം കൂടെയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കൊലകളിൽ, എണ്ണം പറഞ്ഞ കൊലകളിൽ സംഘപരിവാർ മോശമായിരുന്നില്ല. തമ്മിൽ വെട്ടും കുത്തൊക്കെ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. ഈ സദാനന്ദൻ മാസ്റ്ററുടെ കാല് വെട്ടി മാറ്റിയതുമായിട്ട് അനുബന്ധിച്ച് സുധീഷിൻ്റെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ DYFയുടെ നേതാവായിരുന്നു അദ്ദേഹം. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു യങ്സ്റ്ററായിരുന്നു, നേതാവായിരുന്നു. അദ്ദേഹത്തിന് കൊന്നുകളയാണ്. സദാനന്ദൻ മാസ്റ്ററുടെ കാല് വെട്ടി മാറ്റിയിട്ട് 24 മണിക്കൂറിനുള്ളിൽ മറ്റോ അദ്ദേഹത്തിന് കൊന്നുകളയാണ്. അപ്പോൾ സംഘപരിവാറിൻ്റെ കൊലപാതക രാഷ്ട്രീയം ഒരിക്കലും കാരണ സ്വഭാവത്തോടു കൂടിയുള്ളതായിരുന്നില്ല, പ്രതികരണ സ്വഭാവത്തോടു കൂടിയുള്ളതാണ് എന്ന് സംഘപരിവാറിന് സമർത്ഥിക്കാൻ പറ്റും. അതും ഒരു കാര്യമുണ്ട്, അത് നമ്മളാരും ശ്രദ്ധിക്കാതെ പോകരുത്. കാരണം ഞങ്ങൾ ഇന്ത്യയിൽ വേറെ എവിടെയും ഇത്തരത്തിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതികളുണ്ട്. പ്രതിരോധം മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രതിരോധം മാത്രം എന്ന് പറയുമ്പോൾ ഈ കാരണ സ്വഭാവത്തോടു കൂടിയല്ല, പ്രതികരിക്കുകയാണ്. കാരണം വേറെ വഴിയില്ലാതെ ഞങ്ങൾ പ്രതികരിച്ചു പോയതാണ് എന്ന് സമർത്ഥിക്കാൻ സംഘപരിവാറിന് പറ്റും. ഒപ്പം സംഘപരിവാറിൻ്റെ ആഹുതി എന്ന് പറയുന്നൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. മീനാക്ഷി ലേഖിയോ മറ്റോ വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ ആഹുതി എന്ന് പറയുന്ന സംഭവം സംഘപരിവാറിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ ഊന്നിയിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നത് സംഘപരിവാർ ബലിദാനികൾ എന്ന് പറയും. അപ്പോൾ ആദ്യം തൊട്ടുള്ള അവരുടെ ബലിദാനികളുടെ ലിസ്റ്റുണ്ട്. അവരുടെ ആദ്യത്തെ ബലിദാനി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, വാടിക്കൽ രാമകൃഷ്ണൻ എന്നോ മറ്റോ ആണ്. അദ്ദേഹത്തിൻ്റെ വധമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ എത്ര ടാക്ട്ഫുള്ളായിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ആഹുതി എന്ന പുസ്തകം അധികം പേരൊന്നും വായിച്ചിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. ആഹുതി ചർച്ച ചെയ്യപ്പെടും. ആഹുതിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇറക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഈ ആഹുതിയുടെ ഇംഗ്ലീഷും മലയാളവും ആൾക്കാർ വായിക്കും, ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ പ്രതിരോധത്തിലാവുന്നത് CPM ആവും. കുറച്ച് കൃത്യമായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ, ഈ കേന്ദ്രം കാണിക്കുന്ന ബുദ്ധി കേരളത്തിലെ BJPക്കാർ കാണിച്ചാൽ നിശ്ചയമായിട്ടും CPMനെ പ്രതിരോധത്തിലാക്കാൻ പറ്റും ഇതിൽ കൂടെ മാത്രം. അപ്പോൾ ഇതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ബാലറ്റിലൂടെ അധികാരത്തിലേറി ജനാധിപത്യം പുലർത്തി എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസത്തിന്റെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് ഓരോ അടിവെച്ച് കയറുമ്പോഴും ആ നടത്തം പോലും ചർച്ചയാകാനുള്ള സാധ്യതകളാണുള്ളത്. ആഗോളതലത്തിൽ തന്നെ CPMന്റെ മറ്റൊരു മുഖം കൂടി ജനങ്ങൾക്ക് ദർശിക്കാനും കഴിയും. BJP എടുത്ത ഏറ്റവും തന്ത്രപരമായ തീരുമാനം തന്നെയായിരിക്കും ഇതെന്ന കാര്യത്തിൽ സംശയമില്ല.